സ്വാമി ശരണമയ്യപ്പ. മണ്ഡല വ്രതത്തെ പറ്റിയിട്ട് ഇവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ഈ മണ്ഡല വ്രതത്തെ പറ്റിയിട്ട് പലവരും പല നിലയ്ക്ക് ആചരിച്ച് കാണുന്നുണ്ട്. 10-25 വർഷത്തോളം മല ചവിട്ടി സ്വാമി ദർശനം കഴിഞ്ഞ ആളാണ് ഞാൻ. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ എനിക്ക് അറിയുന്നതിന് ഇന്നത്തെ സ്വാമി ഇന്ന് ശബരിമല കയറ്റുന്ന സ്വാമിമാർക്ക് അത് ഉപകാരപ്രദമാകും എന്ന ഒരു ഉദ്ദേശത്തെ മുൻനിർത്തിയാണ് ഞാൻ ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. അത് ശരിയ അനുഭവമാണ് ഗുരു എന്ന നിലയ്ക്ക്. അനുഭവമാണല്ലോ ഗുരു, എല്ലാവർക്കും അങ്ങനെയാണല്ലോ വരും സാധാരണയ്ക്ക്. അതുകൊണ്ട് ഇതിന് എൻ്റെ അനുഭവം ഞാൻ വിവരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മണ്ഡല വ്രതം, മാലാധരണം, ബ്രഹ്മചര്യം, ഈശ്വരാരാധന, ഇതിനെപ്പറ്റിയാണ് തുടങ്ങുന്നത്. മണ്ഡലവ്രതം 41 ദിവസം. 41 ദിവസത്തിന് കാരണങ്ങൾ പലരും പറഞ്ഞു കാണുന്നുണ്ട്. പ്രധാനമായ ഒന്ന് ഇവിടെ നിങ്ങളുടെ അറിവിലേക്കായി പറയാൻ ഉദ്ദേശിക്കുന്നു. ശ്രീ അയ്യപ്പ ഭഗവാൻ പന്തളം കൊട്ടാരത്തിൽ നിന്ന് പന്തള മഹാരാജാവിൻ്റെ ആശീർവാദത്തോടെ പുറപ്പെട്ട് തൻ്റെ അവതാര ഉദ്ദേശങ്ങൾ നടത്തി ഇന്ന് കാണുന്ന 18-ാം പടിക്ക് മേലെ ഇരിക്കുന്ന ഇടത്ത് എത്തിയത് 41-ാം ദിവസമാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് 41 ദിവസം നമ്മൾ വ്രതമെടുത്ത് പോകാനുണ്ടായ പ്രധാനമായ ഒരു കാരണം ഇത് പറഞ്ഞു. കൂടാതെ പല കാരണങ്ങളും പറയുന്നുണ്ട്, അതുകൊണ്ട് വിവരിക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ഇതാണ് നമുക്ക് ഈ കാര്യത്തെ പറ്റിയിട്ടുള്ളത്. ഇതാണ് പ്രധാനം. അതുകൊണ്ട് ഇത് മാലാധരണം, മാല ധരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പോകുമ്പോൾ നമ്മൾ മാല ധരിക്കാറില്ല. ചില സ്ഥലങ്ങളിൽ പഴനിക്ക് പോകുമ്പോൾ മാല ധരിക്കാറുണ്ട്. അതിന് കാരണങ്ങളുണ്ടാവണം. ഇത് ശബരിമലയ്ക്ക് പോകുമ്പോൾ മാല ധരിക്കുന്നത്. എന്തിനാണ് ഈ മാല ധരിക്കുന്നത്? മാല ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ മാല ധരിക്കുന്നതിന് എത്ര മണികൾ വേണമെന്ന ഉദ്ദേശമുണ്ടോ? ഇതെല്ലാം ആൾക്കാർ, ഇന്നത്തെ ഭക്തന്മാർക്ക് മുഴുവൻ അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് പറയുന്നു, ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കട്ടെ. മാലയ്ക്ക് സാധാരണയായി 108 മണികൾ വേണമെന്നാണ് പറയുന്നത്. അതിൻ്റെ പകുതിയായി 44 തെറ്റുകളൊന്നും ഇല്ല. അതിൻ്റെ നേർപകുതിയായിരിക്കണം എന്ന് ഒരു ഇതുണ്ട്. തുളസി മാല, ചന്ദനമാല, രുദ്രാക്ഷമാല, ഈ തരം മാലകളാണ് ധരിക്കുന്നത് അത്യുത്തമമായിട്ടുണ്ട്. മറ്റു മാലകൾ ധരിക്കുന്നതിനേക്കാൾ ഉത്തമം ഈ തരത്തിലുള്ള മാലകൾ ധരിക്കുന്നതാണ്. മണ്ഡലവ്രതം 41 ദിവസം കൃഷ്ണനിഷ്ഠയോടെ നിർവഹിച്ച് കലിയുഗവരദനായ ശ്രീ അയ്യപ്പ ഭഗവാനെ പമ്പാസ്നാനം, പമ്പാബലി, പമ്പാസദ്യ, വേട്ടതുള്ളൽ, ശരംകുത്തി തുടങ്ങിയവ വിധിപ്രകാരം ശരംകുത്തി ഇവ യഥാവിധ പ്രകാരം എത്തിച്ച് ഭഗവാന്റെ പൂങ്കാവനം ചവിട്ടി പരിശുദ്ധമായ 18-ാം പടി ഉപദേവതകളെ കൂടി വന്ദിച്ച് നെയ്യഭിഷേകം തുടങ്ങിയ കർമ്മങ്ങൾ നിർവഹിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടി തിരിച്ചു വരുവാൻ ഭഗവാനോട് ആദ്യമായി തന്നെ അനുവാദം ചോദിക്കുക എന്ന ചടങ്ങാണ് മാലാധരണത്തിൻ്റെ ഉദ്ദേശം. ഭക്തജനങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ബ്രഹ്മചര്യം. ഓരോരുത്തരും ഭൂമിയിലെത്തിയത് ഭഗവാനിൽ നിന്നാണ്. എത്തേണ്ടതും ഭഗവാനിലേക്കാണ്. ആയതിന് നാം ചില അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ലൗകിക സുഖങ്ങൾക്കും ആയതിന് ബന്ധപ്പെട്ടതായ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ കഴിയുന്നിടത്തോളം സമയം ഭഗവത് ധ്യാനം, കീർത്തനം, പൂജകൾ, ഭഗവത് സ്മരണം ഇവ കഴിയുന്ന മാതിരി ചെയ്ത് വ്രതശുദ്ധിയോടുകൂടി, അതായത് കുടി കാര്യങ്ങൾ എല്ലാം ആദ്യം പറഞ്ഞ മാതിരി വ്രതശുദ്ധിയോടുകൂടി ചെയ്ത് ഭഗവത് പാതാരബന്ധങ്ങളിൽ എത്താനെടുക്കുന്ന ദിനചര്യയെ ബ്രഹ്മചര്യം എന്ന് വിശേഷിപ്പിക്കാം. ഈശ്വര ആരാധന. ഈശ്വര സ്മരണയ്ക്ക് കാലം, കാലാവസ്ഥ, സമയം, ശുദ്ധി
പിന്നെ ഒന്നും തന്നെ ബാധകമല്ല എന്ന് വിശ്വസിക്കാം. ഇതൊന്നും ഉദാഹരണം, രാമായണത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് അഗസ്ത്യമുനി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാൻ ശ്രീരാമസ്വാമി അഗസ്ത്യമുനിയിൽ സന്തുഷ്ടനായി അദ്ദേഹത്തോട് ചോദിക്കുന്നു, അല്ലയോ മഹാമുനി, അങ്ങയുടെ അങ്ങയുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനാണ്. അതേസമയം അങ്ങക്ക് അതുകൊണ്ട് ഞാൻ അങ്ങ് ആവശ്യപ്പെടുന്നതായ വരം ഏത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്. അത് അങ്ങ് ചോദിച്ചുകൊള്ളൂ, സംശയിക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ തരാൻ സന്നദ്ധരാണ് എന്ന് പറയുന്നു. അഗസ്ത്യമുനി ആവശ്യപ്പെടുന്നത് ഒന്നും തന്നെ എനിക്ക് വേണ്ട ഭഗവാനെ എന്നാണ്. അല്ല അങ്ങനെ വേണ്ട, കുറച്ചെന്തെങ്കിലും ഒരു വരം ആവശ്യപ്പെട്ടോളൂ. അങ്ങ് വളരെ പരിശുദ്ധനാണ്, വളരെ ഈശ്വരഭക്തനാണ്, എല്ലാം എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് തുനിയുന്നത്. അത് അങ്ങക്ക് അർഹതപ്പെട്ടതും ആണ്. അതുകൊണ്ട് അങ്ങ് ചോദിച്ചുകൊള്ളൂ എന്ന് പറയുന്നു. അഗസ്ത്യമുനി ചോദിക്കുന്നു. ഒരു കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഭഗവാനെ രാമേന്ദ്ര പ്രഭു, ഞാൻ ചോദിക്കുന്നത് അങ്ങ് എനിക്ക് അനുവദിച്ചു തന്നാൽ മതി. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വരം എന്നാണ് മനസ്സിലാക്കിയിട്ട് അഗസ്ത്യമുനി ഭഗവാൻ രാമേന്ദ്ര പ്രഭുവിനോട് പറയുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴുമെന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മനസേ ഭവദ്രൂപം കാണണം ദയാംബുദേ എന്നാണ് ചോദിക്കുന്നത്. ഇതിനർത്ഥം ഞാൻ നടക്കുന്ന സമയത്ത്, ഒരു ഭാഗത്ത് ഇരിക്കുന്ന സമയത്ത്, ഓരോയിടത്ത് കിടക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അതൊന്നും വേണ്ട, നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്തും എനിക്ക് അങ്ങയുടെ രൂപം, ആ ശ്രീരാമസ്വാമിയുടെ ആ പിന്നെ വിശിഷ്ടമായ ആ രൂപത്തെ എപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ കാണാനുള്ള ഒരു അനുമതി, അതിനായുള്ള അനുഗ്രഹം, അത് അങ്ങ് എനിക്ക് തന്നാലും മതി. അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്. വേറെ ഒരു വരവും എനിക്ക് വേണ്ട ഭഗവാനെ എന്നതാണ്. പിന്നെ ഇതേമാതിരി ശുദ്ധികാര്യങ്ങളെ പറ്റിയിട്ട് കൂടി ഒരു ഉദാഹരണം കൂടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഹരിനാമകീർത്തനം ഭഗവാന്റെ ഇത് എല്ലാവരും വായിച്ചു കാണും, വിവിധ ആൾക്കാരെല്ലാവരും വായിച്ചു കാണാൻ സാധ്യതയുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കൃതിയാണിത്. അദ്ദേഹം വളരെ വിശിഷ്ടമായി അതിനെ പറ്റിയിട്ട് വിവരിക്കുന്നുണ്ട്, ശുദ്ധിയുടെ കാര്യത്തെപ്പറ്റിയും ഇതുവരെ. അത് ഞാൻ ഇവിടെ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നതായിരിക്കാം. എങ്കിൽ കൂടി ഒരിക്കൽ കൂടി ഇത് ഓർമ്മിപ്പിക്കുന്നു. ഹൃദവായ വെണ്ണിനും ഇരപ്പവനും ദാഹകനും പരിതന് അഗ്നീയജനം ചെയ്തഭൂസുരനും ഹരിതാമകീർത്തനം ഇതൊരു താളുമാർക്കും ഉടനരുതാത്തതല്ല ഹരിനാരായണായ നമഃ. ഇതിൻ്റെ അർത്ഥം, അതായത് അശുദ്ധയായ സ്ത്രീ, അതായത് മാസമുറ അനുഷ്ഠിക്കുന്ന സ്ത്രീ, ആ സ്ത്രീക്ക് അതുതന്നെ ഇരപ്പവൻ, അതായത് പിച്ചയായിരിക്കുന്നവൻ എന്ന അർത്ഥം ഇവിടെ കൊടുക്കാം. ഇതൊക്കെ ദാഹകൻ, അതായത് ശവം ദഹിപ്പിക്കുന്നവൻ, പതി ദുഃഖിതൻ, അഗ്നിയെ ജയം ചെയ്ത ഭൂസുരൻ, അതായത് യാഗം നടത്തുന്നതായ മഹാപണ്ഡിതനായ ബ്രാഹ്മണർ, ഇവർക്കൊന്നും തന്നെ എല്ലാവർക്കും ഒരേ മാതിരി തന്നെയാണ്. അവർക്ക് എല്ലാവർക്കും ഈശ്വരനാമം എപ്പോഴും ജപിക്കാം. ആ ജപിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിൽ പിന്നെ അശുദ്ധി കാര്യങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല എന്ന് മഹാകവി നമ്മളെ ഉപദേശിക്കുന്നു.